ഹലോ, വെൽക്കം ബാക്ക്. ടർക്കിഷ് എഗ് ഡിഷ് റെസിപ്പി. ചപ്പാത്തിയുടെ കൂടെയും നാൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. മുട്ടയും സബോളയും തക്കാളിയുമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഡീറ്റെയിൽ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു റീനാസ് ടേസ്റ്റി റെസിപ്പീസ്. ഇതിന് ആദ്യമേ തന്നെ 3 മുട്ട ബോയിൽ വാട്ടർ ഒഴിച്ച് പുഴുങ്ങുക, 3 സബോള കൊത്തി അരിയുക, 2 തക്കാളി അരിയുക. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇടുക. ബട്ടർ ഉരുകി കഴിയുമ്പോൾ കൊത്തി അരിഞ്ഞ സബോള ഇട്ട് 2 തൊട്ട് 4 മിനിറ്റ് വരെ ഇളക്കുക. അത് ഏകദേശം പകുതി വേവാകുമ്പോൾ കൊത്തി വച്ചിരിക്കുന്ന തക്കാളിയും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഇളക്കുക. എപ്പോഴും മീഡിയം ഫ്ലെയിം ഉപയോഗിക്കുക എന്നാണ് നല്ലത്. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ അടച്ച് വെച്ച് വീണ്ടും 3 തൊട്ട് 4 മിനിറ്റ് വരെ വേവിക്കുക. തക്കാളി ഏകദേശം ഉടഞ്ഞ് കിട്ടണം, എങ്കിൽ മാത്രമേ നമ്മുടെ ഡിഷിന് ടേസ്റ്റ് ആകുകയുള്ളൂ. അതുകൊണ്ട് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 തൊട്ട് 3 മിനിറ്റ് വരെ വേവിക്കുക. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളി പതുക്കെ ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ ഈ സമയത്ത് 1-2 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം ഒഴിച്ച് ഒന്നും കൂടി വേവിക്കാവുന്നതാണ്. ഈ കൂട്ടിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. ആവശ്യത്തിന് ഉപ്പിടുക. 1/2 ടീസ്പൂൺ ചില്ലി പൗഡറോ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുക. 1 പിഞ്ച് മഞ്ഞൾപ്പൊടി. എല്ലായിട്ടും നന്നായി ഒന്നും കൂടി ഇളക്കി നന്നായി യോജിപ്പിക്കുക. ഒരു ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഗ്രേവിയായി കിടന്ന് വെന്തുകൊള്ളും. ഈ കൂട്ടിലേക്ക് സ്വല്പം കൂടി ഉപ്പ് ഞാൻ ഇടുകയാണ്. കുറച്ച് പോരായ്ക ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം തക്കാളിയും സബോളയും വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ ഒറിഗാനോയും ഇട്ട് ഒന്നും കൂടി ഇളക്കി നന്നായി യോജിപ്പിക്കുക. എല്ലാം ഏകദേശം വെന്ത് കഴിയുമ്പോൾ നമ്മൾ പുഴുങ്ങിയ മുട്ട മുറിച്ചോ മുറിക്കാതെയോ ഇഷ്ടാനുസരണം നിരത്തി വയ്ക്കുക. ഇതിൻ്റെ മേലെ നമുക്ക് ചീസ് ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി, സ്വല്പം കൂടി കുരുമുളക് പൊടി, ഓറിഗാനോ എന്തെങ്കിലും ഒക്കെ വെച്ച് നമുക്കൊന്നും കൂടി ഡെക്കറേറ്റ് ചെയ്ത് 1 മിനിറ്റ് കൂടി അവസാനമായി അടച്ച് വെച്ച് വേവിക്കുക. ഇപ്പോൾ എല്ലാം മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിം ഉപയോഗിക്കുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മുടെ ടർക്കിഷ് എഗ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.